റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് രാസലഹരി ഒഴുകുന്നു. ലഹരിക്കടത്തിന്റെ കേന്ദ്രങ്ങളായി വിമാനത്താവളങ്ങൾ മാറുന്നു. തൂത്തുക്കുടി, തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴിയാണ് ലഹരിക്കടത്ത്. കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ചാണ് ലഹരിക്കടത്ത് നടക്കുന്നത്. രാസലഹരി കണ്ടെത്താൻ പരിശോധന ശക്തമാക്കാനാണ് കസ്റ്റംസിന്റെ നീക്കം. ലഹരി പരിശോധനയ്ക്ക് ഡോഗ് സ്ക്വാഡിനെ വിന്യസിക്കും. ആർ റോഷിപാൽ വീണ്ടും എത്തുന്നു. റോഷിപാൽ, വെൽക്കം ബാക്ക്. എങ്ങനെയാണ് ഈ കടത്ത്? ആ കടത്തിന്റെ കേന്ദ്രങ്ങളിലെ വിന്യാസം എങ്ങനെയാണ്? സുജയപാർവതി, സംസ്ഥാനത്തേക്ക് വിമാനത്താവളങ്ങൾ വഴി വിദേശത്തു നിന്നും രാസലഹരി എത്തുന്നത് ഞെട്ടിക്കുന്നതാണ്. കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും രാസലഹരി നേരെ ഒമാനിലേക്ക് എത്തി. ഒമാൻ വഴിയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ രാസലഹരി എത്തുന്നത് എന്ന വിലയിരുത്തൽ തന്നെയാണ് കസ്റ്റംസ് ഉള്ളത്. ഇപ്പോൾ തൂത്തുക്കുടി മുതൽ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ ലഹരിക്കടത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് ഹൈബ്രിഡ് കഞ്ചാവുണ്ട്, MDMA അടക്കമുള്ള ഏറ്റവും പുതിയ സിന്തറ്റിക് ഡ്രഗ്സുകളാണ് സംസ്ഥാനത്തേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ബംഗളൂരുവിൽ നിന്നടക്കം സിന്തറ്റിക് ഡ്രഗ്സുകൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സിന്തറ്റിക് ഡ്രഗ്സുകൾ വരുന്നത് വിദേശത്താണ്. ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ഡ്രഗ്സുകൾ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കെത്തുന്നത് പിടിക്കപ്പെടുന്നത് കരിപ്പൂരിലാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവർക്ക് ഈ എക്സ്റേ സ്കാനിങ്ങിൽ ഈ രാസലഹരി കണ്ടെത്താൻ കഴിയില്ല എന്നതാണ്. നെടുമ്പാശ്ശേരിയിൽ ഡോഗ് സ്ക്വാഡുണ്ട് കസ്റ്റംസിന്, പക്ഷേ തിരുവനന്തപുരത്ത് ഡോഗ് സ്ക്വാഡില്ല. ഇനി അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡോഗ് സ്ക്വാഡിനെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും വിന്യസിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കസ്റ്റംസ് പോകുന്നത്. ഏറ്റവും കൂടുതൽ പരിശീലനം ലഭിച്ച ഡോഗുകളെ എത്തിച്ചു കഴിഞ്ഞാൽ മയക്കുമരുന്ന് കണ്ടെത്തുക എളുപ്പമായിരിക്കും എന്ന വിലയിരുത്തലാണ് കസ്റ്റംസ് ഉള്ളത്. കസ്റ്റംസ് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ഹൈബ്രിഡ് കഞ്ചാവ് 10 കിലോഗ്രാമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടികൂടിയത്. 2 വിദ്യാർത്ഥികളിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. സ്വർണം കണ്ടെത്തുന്നത് പോലെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നത് പോലെ എളുപ്പമല്ല ഈ സിന്തറ്റിക് ഡ്രഗുകൾ പിടിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കലർത്തിയടക്കം MDMA കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പാൽപ്പൊടിക്ക് പകരമായി ഈ പാൽപ്പൊടിയുടെ ടിന്നുകളിൽ ഈ MDMA കടത്തിക്കൊണ്ടുവന്ന അടക്കമുള്ള ചരിത്രങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതൊക്കെ കണ്ടെത്തുക, ഓരോ ബാഗേജും പൊളിച്ച് അതിൽ എന്താണ് രാസലഹരിയാണോ എന്നൊക്കെ കണ്ടെത്തുക എളുപ്പമല്ല. അതുകൊണ്ടാണ് അവിടെ ഡോഗ് സ്ക്വാഡിനെ വിന്യസിച്ചു കഴിഞ്ഞാൽ ഡോഗിനെ ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലേക്ക് കസ്റ്റംസ് എത്തുന്നത്. ഓക്കെ, ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. രാസലഹരിയുടെ ഒഴുക്ക് നമുക്ക് തടഞ്ഞേ തീരൂ. അപ്പോൾ നമ്മുടെ യാത്ര ആ വഴിക്ക് തന്നെ നീങ്ങുകയാണ്. താങ്ക് യു റോഷിപാൽ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം റോഷിപാലിലേക്ക്.